നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇടവമാസത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇടവമാസവുമായി ബന്ധപ്പെട്ട് ചില പ്രവചനങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു. ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മഹാസൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആ പ്രവചന പ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും അധികം സൗഭാഗ്യം വന്നു ചേരുന്ന മാസമായി തന്നെ ഈ മാസത്തെ കണക്കാക്കാം. നക്ഷത്രക്കാർ ഇപ്രകാരമാകുന്നു. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിച്ചിരിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം. കാരണം ഈ സമയം വളരെയധികം സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപാന്തരപ്പെടും. ധനപരമായ നേട്ടങ്ങൾ ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. കലാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർക്കും അനുകൂലമാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രവചനം. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുവരുവാനും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് പ്രകടമാക്കുവാനും സാധിക്കുന്നതായ സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഫലം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ കുറിച്ചുള്ള പ്രവചനവും അത്ഭുതകരം തന്നെയാണ് എന്ന് പറയാം. കാരണം ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സമയമാണ് എന്ന് തന്നെയാണ് പ്രവചനം. കാരണം പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാം. സമ്മർദ്ദങ്ങളില്ലാതെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ആസൂത്രണ മികവോടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും എന്ന കാര്യവും ഓർക്കുക. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്നു ചേരും. സാമ്പത്തികപരമായി ഏറ്റവും ഉയർച്ച നേടുന്ന സമയമാണ് എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ ഈ സമയം വന്നു ചേരുന്ന അകാരണമായ ചെലവുകൾ, അമിതമായ ചെലവുകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അസ്വാരസ്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അവയെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും എടുത്തു പറയുന്നു എന്നതാണ് വാസ്തവം. ധനപരമായി വളരെയധികം ഉയർച്ച ഈ സമയം ജീവിതത്തിലേക്ക് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൊടുത്ത കൈവായ്പ പോലും അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കേണ്ടതായ ധനം പോലും വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഭൂമി സംബന്ധമായും ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രം ഉത്രമാണ് പറയുന്നത്. ഉത്ര നക്ഷത്രക്കാർക്കും അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം. കാരണം ഈ സമയം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പരാമർശിക്കുന്നു. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് രംഗത്ത് നിലനിന്നിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ധനവരവിന് തടസ്സം നിന്നതായ കാര്യങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. സാമ്പത്തികപരമായി ഉണ്ടായിരുന്നതായ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയും വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരും എന്ന് തന്നെ പറയാം. തൊഴിലില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനും സാമ്പത്തികമായി ഉയർച്ച നേടുവാനും സാധിക്കും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളുമൊത്ത് തീർത്ഥയാത്രകൾ, മറ്റ് യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. വളരെ കാലമായി തടസ്സം നിൽക്കുന്ന പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയുന്നു. കൂടാതെ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം.
അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനമാണ്, എന്നിരുന്നാൽ പോലും വന്നു ചേരാം. ലോൺ, ചിട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ലോണുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും നിങ്ങൾക്ക് അല്പം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് എന്നാണ് ഫലം. ധനപരമായ നേട്ടങ്ങളാണ് എടുത്തു പറയുന്നത്. പ്രധാനമായും ധനപരമായ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായി നിങ്ങൾ അനുഭവിച്ചിരുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം ആശയവിനിമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും. പ്രശ്ന പരിഹാരങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിൽ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പറയാം. ധനപരമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. ഈ സമയം ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. കരാർ പണി അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കരാർ പണി അനുകൂലമാവുക, ധനപരമായ നേട്ടങ്ങൾ ഇരട്ടിയായി വന്നു ചേരുക, മുൻപ് ലഭിക്കേണ്ട കരാർ പണികളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ധനം ലഭിക്കുക, ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക, അന്യനാട്ടിലേക്ക് ജോലി ലഭിച്ചു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. പലരിൽ നിന്നും പ്രതീക്ഷിച്ച സഹായധനം പോലും ലഭിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മനസ്സ് ശാന്തമാകുന്നതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനപരമായ നേട്ടങ്ങളും സംതൃപ്തിയും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. നിങ്ങൾ സാമ്പത്തികപരമായി ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമായാണ് പരാമർശിക്കുന്നത്. പ്രവചനപ്രകാരം വിശാഖം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളാണ് പ്രവചനത്തിൽ എടുത്തു പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നതാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നതാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും, എന്നിരുന്നാലും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അത് ധനപരമായും മറ്റ് നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ ജീവിതത്തിൽ പല രീതിയിലുള്ള അവസരങ്ങൾ വിദേശത്ത് പോകുവാനോ അല്ലെങ്കിൽ നാട്ടിൽ തൊഴിൽ ലഭിക്കുവാനോ ബന്ധപ്പെട്ട് വന്നു ചേരാം. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിയുകയും വ്യാപാരം ഗുണകരമായി ഭവിക്കുകയും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ്. ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സഹായധനം, ലോൺ തുടങ്ങിയ കാര്യങ്ങളും ലഭിക്കാം. ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൂടാതെ ഈ സമയം ഏത് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ശ്രദ്ധയോടെ ഇടപെടണം എന്ന കാര്യവും ഈ സമയം പ്രവചനപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു. ഉത്രാട നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെയാണ് പ്രവചനപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നടത്തുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം വളരെയധികം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉന്നതമായ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ശോഭനമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ അനുഭവിച്ചിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവ് വന്ന് ചേരുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവും ആദായകരമായി തീരും. ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ ആദായകരമായി തീരുവാൻ സാധ്യത കൂടുതലാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. പരിശ്രമങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ സാമ്പത്തികപരമായ അച്ചടക്കം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന കാര്യം ഈ നിമിഷം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആദായം പൊതുവിൽ വർദ്ധിക്കുന്ന സമയമാണ്. പല വഴികളിലൂടെയും ധനം വന്നു ചേരും. ഈ സമയം നിങ്ങൾ എന്ത് കാര്യം ആലോചിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിലും അതിൽ വളരെയധികം നേട്ടങ്ങൾ അത് ധനപരം തന്നെ ആകണം എന്നില്ല. സ്വീകാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് എന്ന് തന്നെയാണ് ഫലം. അതിനാൽ നിങ്ങൾക്ക്
കാലമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്കും പ്രവചനപ്രകാരം അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. സഹായങ്ങൾ ലഭിക്കുന്നതായ സമയം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ മുന്നോട്ട് പോകുവാനും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം, അധ്വാനത്തിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൊടുത്തിരിക്കുന്ന കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കലാപരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഏതൊരു കാര്യത്തിലും ആശങ്ക ഉയരും. എന്നിരുന്നാൽ പോലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം പ്രതീക്ഷിക്കാം. ഈ സമയം പല സ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. വിമർശിക്കുന്നവരെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങിയെടുക്കുവാൻ, നേടിയെടുക്കുവാൻ സാധിക്കും. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ആഡംബരപരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചെലവ് വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായും ഓർക്കേണ്ടത് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന കാര്യം ഓർക്കുക. ഈ സമയം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ധനപരമായ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ധനപരമായി വന്നു ചേരും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം പോലും വന്നു ചേരുന്ന സമയം. ഈ നക്ഷത്രക്കാർക്ക് ഏവർക്കും ധനപരമായി വളരെയധികം ഉയർച്ച, സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അതിനാൽ തന്നെ ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.